എൻ്റെ സ്ഥലം ആനൂരാണ്. എൻ്റെ പേര് സുഭാഷ്. എൻ്റെ മകനാണ് ഇങ്ങനെ വലിയൊരു ആക്സിഡൻറ്റ് പറ്റി ഞങ്ങളെ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയത്. എന്നുവെച്ചാൽ വലിയൊരു ഡീപ്പ് ഇഞ്ചുറി ആയിരുന്നു. മോനിങ്ങനെ ബൈക്കിൽ വരുന്ന സമയത്ത് എതിരെ വന്ന ഒരു തടി ലോറിയിൽ ഇടിക്കുകയും മോൻ വീഴുകയും ചെയ്ത് ഡീപ്പ് ഇഞ്ചുറി ആയി. അപ്പോൾ ഉടനെ തന്നെ നാട്ടുകാരെല്ലാവരും കൂടെ അവിടെ നിന്ന് എടുത്ത് നമ്മുടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കാരക്കുളം CSI മെഡിക്കൽ കോളേജിൽ കൊണ്ടുവരികയും അവിടെ എമർജൻസി വിഭാഗത്തിൽ കൊണ്ടുപോയി. ഞങ്ങളിവിടെ ഇല്ലായിരുന്നു ആ സമയത്ത്. ഒരു ട്രിവാൻഡ്രത്ത് ഒരു യാത്ര പോയിട്ട് വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഫ്രണ്ടാണ് എന്നെ വിളിച്ച് പറഞ്ഞു, മോനിങ്ങനെ വലിയൊരു ആക്സിഡൻറ്റ് പറ്റി, ഇങ്ങനെ എത്രയും പെട്ടെന്ന് കാരക്കുളം മെഡിക്കൽ കോളേജിൽ വരണം, അവിടെ കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും എൻ്റെ വൈഫുമായിട്ട് വളരെ പെട്ടെന്ന് ഇവിടെ എത്തുകയും വന്ന സമയത്ത് തന്നെ ഇവിടെ ആംബുലൻസിൽ ഇവിടെ എത്തിക്കുക, അതിൻ്റെ ഫസ്റ്റ് എയ്ഡ് നടപടികളൊക്കെ അവർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഞാനിവിടെ വന്ന സമയത്ത് തന്നെ ഇവിടുത്തെ ഡയറക്ടർ ബെനറ്റ് എബ്രഹാം സാറ്, എനിക്ക് നേരെ സാറിനെ പരിചയമുണ്ട്, സാറിൻ്റെ ഞാൻ പറയുകയുണ്ടായി. അപ്പോൾ ഇതെൻ്റെ മകനാണ് സാർ. അപ്പോൾ സാറ് എന്നെ പറഞ്ഞു, ഒന്നുകൊണ്ടും പേടിക്കണ്ട, നമുക്കിവിടെ എന്ത് വേണോ എല്ലാ ടീമിൻ്റെ ഡോക്ടേഴ്സ് ഇപ്പം തന്നെ ഇവിടെ ഉണ്ട്, എന്ത് ട്രീറ്റ്മെൻറ്റ് വേണോ നമുക്ക് ചെയ്യാം, ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഇപ്പോൾ വന്ന് മോനെ കണ്ടപ്പോൾ തന്നെ എനിക്ക് അത്രയ്ക്ക് വലിയൊരു ടെൻഷനായിപ്പോയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര വലിയ ഡീപ്പ് വൂണ്ടായിരുന്നു. ഡീപ്പ് വൂണ്ടെന്ന് വെച്ചാൽ ഇവിടുത്തെ ക്ലാവിക്കിലൊക്കെ പൊട്ടി ഫ്രാക്ചറായിപ്പോയി. പുനിതൻ ഡോക്ടറാണ് നമുക്ക് വന്നിട്ട് എൻ്റെ കൂടെ സംസാരിക്കുകയും ഒന്നുകൊണ്ട് പേടിക്കേണ്ട, ഞാനിവിടെ ഉണ്ട്, കുറേ നല്ല ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ ചെയ്തു. ഇപ്പം വന്നിട്ട് മോന് കുറേ ഹീലായി വന്നിട്ടുണ്ട്. ആക്സിഡൻറ്റ് പറ്റിയതായിട്ട് വലുതായിട്ട് എനിക്ക് ഓർമ്മയൊന്നുമില്ല. പിന്നെ അവരൊക്കെ ചേർന്ന് ഇവിടെ എത്തിച്ചു. അപ്പോൾ കുഴപ്പമില്ലാതെ ഇരിക്കുന്നുണ്ട്. 9-ാം തീയതി ഒരു ആഫ്റ്റർനൂൺ കാഷ്വാലിറ്റിയിൽ ഒരു 17 വയസ്സ് പയ്യൻ ഒരു റോഡ് ട്രാഫിക് ആക്സിഡൻ്റ് ആയിട്ട് നമ്മൾ ഹോസ്പിറ്റലിലെ കാരക്കോണത്തിലോട്ട് കൊണ്ടുവന്ന്, അപ്പോൾ ഹി വാസ് ബ്രോട്ട് ബൈ സംബഡി എൽസ്, നോട്ട് ബൈ ദ ഫാമിലി മെമ്പേഴ്സ്. അപ്പോൾ കൊണ്ടുവന്നപ്പോൾ പുള്ളിക്കാരനുക്ക് പൾസ് BP എല്ലാം ഒന്നും ഇല്ല, ഭയങ്കര ഹൈപ്പോ ടെൻഷനിൽ പ്രഷർ ഇല്ലാതെ തന്നെ വന്നത്. അപ്പോൾ കാഷ്വാലിറ്റിയിൽ നമ്മൾക്ക് എമർജൻസി മെഡിസിൻ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ഡോക്ടർ ബെനറ്റ് എബ്രഹാമിൻ്റെ കീഴിൽ. അവരെല്ലാവരും ഒരുമിച്ച് ലൈനെല്ലാം സ്റ്റാർട്ട് ചെയ്ത് ബ്ലഡെല്ലാം കൊടുത്ത് പേഷ്യൻ്റെ ആ BP ഒട്ടും ഇല്ലാതെ BP ബ്രിങ്ങപ്പ് ചെയ്ത് കൊണ്ടുവന്ന്. അപ്പോൾ BP അല്പം കൂടിയപ്പോൾ പേഷ്യൻ്റ് ഒരുവിധം സ്റ്റേബിളായി. അതുക്കப்புறம் നമ്മൾ ഇഞ്ചുറി അസസ് ചെയ്തപ്പോൾ ഷോൾഡർ ജോയിൻറ്റ് ഫുള്ളായി എക്സ്പോസ്ഡ് ആയിരുന്നു. ഷോൾഡർ ജോയിൻറ്റ് എക്സ്പോസ്ഡ്, അപ്പോൾ കഴുത്തുക്കും ഷോൾഡറും ഇടയിൽ ആഴമാണ് ഒരു ഡീപ്പാവുള്ള ഒരു വൂണ്ട് ഉണ്ടായിരുന്നു. ഒരു 30 സെൻറ്റിമീറ്റർ ലെങ്ത്തിലെയും ഒരു 5-6 സെൻറ്റിമീറ്റർ ബ്രെത്തിലെയും നല്ല ഒരു വൂണ്ട്. കളർ ബോണെന്ന് ഒരു ബോണുണ്ട് ക്ലാവിക്കൽ, അതും 2 പൊട്ടി അതിൻ്റെ ഒരു പീസ് കാണാതിരുന്നത്. അപ്പോൾ അതിൻ്റെ താഴെയുള്ള രക്തക്കുഴലുകളിൽ നിന്നാണ് ബ്ലീഡിങ് വന്ന് പേഷ്യൻ്റ് ഷോക്കിലോട്ട് പോയത്. அதுக்கப்புறம் ஷோல்டருக்கு பின்னாடி ஷோல்டர் பிளேடுன்னு ஒரு போன் உண்டு, அதுவும் பொட்டி போயிருந்து. പിന്നെ മസിൽസ് എല്ലാം ചതഞ്ഞു പോയിരുന്നു. അപ്പോൾ പേഷ്യൻ്റ് കൈ അനക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ വന്ന്, അപ്പോൾ ആദ്യം നമ്മൾ റെസസിറ്റേറ്റ് ചെയ്ത്, അതായത് IV ഫ്ലൂയിഡും പിന്നെ ബ്ലഡും കൊടുത്ത് പേഷ്യൻറ്റിന് ജീവിതം കിട്ടി. അദ്ദേഹത്തിനെ നമ്മൾ പരിശോധിച്ചപ്പോൾ അത് വളരെ ഒരു ഒരു ക്രിട്ടിക്കലായിട്ടൊരു സിറ്റുവേഷനിലായിരുന്നു. അദ്ദേഹത്തിനെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമുക്ക് റിസീവ് ചെയ്തത്. ആ ചെറുപ്പക്കാരൻ്റെ വലതേ സൈഡ് തോളും കഴുത്തിൻ്റെ ഭാഗത്തിൻ്റെ ഇടയ്ക്കായിട്ട് നല്ല രീതിയിലുള്ള ആഴത്തിലുള്ളൊരു മുറിവുണ്ടായിരുന്നു. അത് കൂടാതെ തന്നെ അദ്ദേഹത്തിന് രക്തക്കുഴലിൽ നിന്നുള്ള അമിതമായിട്ടുള്ള ബ്ലഡ് ലോസ്, അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ വിരലുകൾ ചലിക്കാനുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് സസ്പെക്റ്റ് ചെയ്തിരുന്നത് അദ്ദേഹത്തിന് ബ്ലഡ് വെസൽ ഇഞ്ചുറി ഉണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞരമ്പ്, നമുക്ക് ഈ പറഞ്ഞ പോലെ ഞരമ്പിൻ്റെ ഇഞ്ചുറിയും നെർവ് ഇഞ്ചുറിയും നമുക്ക് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഇപ്പോൾ തന്നെ നമ്മുടെ എമർജൻസി മെഡിസിൻ ടീം, ഇൻക്ലൂഡിങ് നമ്മുടെ എമർജൻസി മെഡിസിൻ ഡോക്ടേഴ്സ്, ട്രെയിൻ ഡോക്ടേഴ്സും നമ്മുടെ സ്റ്റാഫ് നഴ്സസും, അത് കൂടാതെ നമ്മുടെ ട്രോമ ടീം, ഇതിൽ വരുന്ന നമ്മുടെ സർജനും, നമ്മുടെ ന്യൂറോ സർജറി ഡോക്ടർ, ജനറൽ സർജൻ, നമ്മുടെ ഓർത്തോപീഡീഷ്യൻ പ്ലസ് പ്ലാസ്റ്റിക് സർജൻ പ്ലസ് നമ്മുടെ അനസ്തീഷ്യ ടീം, എല്ലാവരും ഒരേപോലെയാണ് നമുക്ക് ആ സമയത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്തു.